ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ടെൻഡർ ഷൂട്ട്സ് എന്നുള്ള യൂണിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അതിലെ 1ാമത്തെ പാഠഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലെ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണിറ്റിന്റെ പേരെന്ന് പറയുന്നത് ടെൻഡർ ഷൂട്ട്സ് എന്നുള്ളതാണ് യൂണിറ്റിന്റെ പേര്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. താഴെ തന്നിട്ടുള്ളത് നോക്കൂ. വെൻ വി പ്ലാന്റ് എ ട്രീ വി പ്ലാന്റ് ഹോപ്പ്. എന്താണ് വെൻ വി പ്ലാന്റ് എ ട്രീ? നമ്മൾ എപ്പോഴാണോ ഒരു ട്രീയെ പ്ലാന്റ് ചെയ്യുന്നത്, കുഴിച്ചിടുന്നത് അല്ലെങ്കിൽ വളർത്തുന്നത്, വി പ്ലാന്റ് ഹോപ്പ്. അവിടെ നമ്മൾ എന്തും കൂടെയാണ് വളർത്തുന്നത്? ഹോപ്പ് കൂടെയാണ്. എന്താണ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ? പ്രതീക്ഷയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു മരം നടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മരം വളർത്തുക എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രതീക്ഷയാണ് വളർത്തുന്നത്. നമുക്ക് മാത്രമല്ല, ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയാണ് അല്ലേ. പക്ഷികളുടെയും ജീവികളുടെയും അതുപോലെ ഒരുപാട് സംഭവങ്ങളുടെ ഒരു പ്രതീക്ഷ കൂടെയാണ് നമ്മളവിടെ നട്ട് വളർത്തുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. വാങ്ക്രായ് മാത്തയുടെ ഒരു കോഴ്സാണ് തന്നിട്ടുള്ളത്. വളരെ വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്നും കൂടെ നിങ്ങൾ ആലോചിക്കുക. കാരണം നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്കും കൂടെ ഉപകാരം ചെയ്യണം എന്ന രീതിയിൽ വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അപ്പം അതിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് നമ്മളൊരു പ്ലാന്റ് ട്രീ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പിക്ചറൊക്കെ തന്നിട്ടുണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ നമ്മൾ എന്താ കാണുന്നത്? ഒരു കുട്ടി പ്രകൃതിയോട് അല്ലെ, പ്രകൃതിയിലെ ഓരോ സംഭവങ്ങളോടും ഒരുപാട് കഥകൾ പറയുന്നതോ ഒരുപാട് പാട്ട് പാടുന്നതോ എന്തൊക്കെയോ ആണല്ലേ ഇവിടെ കാണിക്കുന്നത്. ഹൗ ഡു യു ഫീൽ? നിങ്ങൾക്കിത് കണ്ടപ്പോൾ എന്താ തോന്നിയത്? എൻ്റെ മനസ്സിൽ ഭയങ്കര ഹാപ്പിനെസ് ആണ് തോന്നിയത്. നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും. ക്യാൻ വി തിങ്ക് ഓഫ് നേച്ചർ ആസ് അവർ ഫ്രണ്ട്? വൈ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് എന്നാണ് പറയുന്നത്. തോന്നുന്നുണ്ടോ? യെസ് അല്ലേ, ഡെഫിനറ്റ്ലി നമുക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നേച്ചർ ക്യാൻ ബി അവർ ഫ്രണ്ട് ബിക്കോസ് ഇറ്റ് ഗീവ്സ് അസ് എയർ, വാട്ടർ, ഫുഡ് ആൻഡ് ഷെൽട്ടർ ലൈക്ക് എ ഫ്രണ്ട്. എന്താണ്? നേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. കാരണം എന്തുകൊണ്ടാണ്? അത് നമുക്ക് തരുന്നുണ്ട്. എയർ തരുന്നുണ്ട്, വാട്ടർ തരുന്നുണ്ട്, ഫുഡ് തരുന്നുണ്ട്, ഷെൽട്ടർ തരുന്നുണ്ട്. ഒരു ഫ്രണ്ടിനെ പോലെ അല്ലേ, ഒരു ഫ്രണ്ടിനെ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രകൃതി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ നമുക്കൊരു ഫ്രണ്ടായിട്ട് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. ഹിയർ ദ ബോയ് ഈസ് വെരി ഹാപ്പി ആൻഡ് സിംഗ് എ സോങ്. ഇവിടെ ഉള്ള ബോയ് വളരെയധികം സന്തോഷവാനാണ്. അതിനുശേഷം അവനൊരു പാട്ട് പാടുകയാണ്. ആ ഒരു പാട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓ ലിറ്റിൽ ബട്ടർഫ്ലൈ, come and play with me. The day is bright, the sky is blue. Come and sing with me. എന്താ പറയുന്നത്? ബട്ടർഫ്ലൈയോട് പറയാണ്, നീ വായോ എൻ്റെ കൂടെ കളിക്ക്. The day is bright. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ഉള്ളതാണ്, വളരെ തിളക്കമുള്ളതാണ്. The sky is blue. ആകാശം എന്ന് പറയുന്നത് നീല നിറത്തിലുള്ളതാണ്. Come and sing with me. എൻ്റെ കൂടെ വായോ എന്നിട്ട് പാട്ട് പാടേ എന്ന് പറയാണ്. Hey little grasshopper. എന്താണ്? ഗ്രാസ് ഹോപ്പറെ വിളിക്കുകയാണ്, പുൽച്ചാടിയെ വിളിക്കുകയാണ് അല്ലേ. കം ആൻഡ് ഡാൻസ് വിത്ത് മീ. നീ വായോ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യും. ഫ്രണ്ട്സ് വി ഹാവ്. നമുക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഓൾ അറൗണ്ട്, നമ്മുടെ ചുറ്റും. നെവർ ഫീൽ അഫ്രൈഡ്. നീ ഒരിക്കലും പേടിക്കൊന്നും വേണ്ട, നിന്റെ ചുറ്റും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറയാണ്. സിംഗ് ദ സോങ് അലോങ് വിത്ത് യുവർ ടീച്ചർ. ഈ പാട്ട് നിങ്ങളുടെ ടീച്ചറെ കൂടെ പാടാനാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പാഠഭാഗത്തിലേക്കാണ്. ഹിയർ ഈസ് എ പോം ദാറ്റ് ഷോസ് ഹൗ നേച്ചർ ഈസ് ഗുഡ് കമ്പാനിയൻ ആൻഡ് ഗാർഡിയൻ. ഇവിടെ ഒരു പോം തന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് കാഴ്ചവെക്കുന്നത് എന്താണ്? നേച്ചർ എന്ന് പറയുന്നത് ഗുഡ് കമ്പാനിയൻ ആണ്. എന്താണ് കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ കൂടെയുള്ള ആൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് നമ്മുടെ നേച്ചർ. ദെൻ ആൻഡ് ഗാർഡിയൻ. ഗാർഡിയൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ കമ്പാനിയനും ഗാർഡിയനുമാണ് നമ്മുടെ നേച്ചർ. അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് തീമായിട്ടുള്ള ഒരു പോമാണ് തന്നിട്ടുള്ളത്. പോമിന്റെ പേര് ദ മൂൺ എന്നതാണ്. മൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പിളിമാമൻ അല്ലേ. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ മൂൺ ഹാസ് എ ഫേസ് ലൈക്ക് ദ ക്ലോക്ക് ഇൻ ദ ഹോൾ. എന്താ പറയുന്നത്? മൂണിന്റെ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഹാളിലുള്ള ക്ലോക്ക് പോലെയാണെന്നാണ് പറയുന്നത്. കാരണം ക്ലോക്കിന് സർക്കിൾ ആണല്ലേ. ക്ലോക്ക് എന്ന് പറയുന്നത് സർക്കിൾ ആയിരിക്കും. അത് മാത്രമല്ല, ക്ലോക്കിന്റെ മീതെയായിട്ട് നമ്മൾ ഗ്ലാസ് വിടുന്നത് ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും അല്ലെ. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് തോന്നും. അപ്പൊ അതേപോലെയാണ് നമ്മുടെ മൂൺ എന്നാണ് ഇവിടെ പറയുന്നത്.
ഷീ സൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾ. എന്താണ് ഷീ ഷൈൻസ്, അത് വളരെ തിളക്കം തരുന്നു. എന്തിനാണ്? ഓൺ തീവ്സ്. തീവ്സ് എന്ന് പറഞ്ഞാൽ കള്ളന്മാർക്ക് വളരെ തിളക്കം നൽകുന്നു ഓൺ ദ ഗാർഡൻ വാൾ. മതിൽ ചാടി വരുന്ന കള്ളന്മാരെ പിടിക്കാനൊക്കെ ഈ ഒരു ഷൈന് അത് അവർക്ക് വളരെയധികം ഇത് ചെയ്യുന്നു, വളരെ ഗുണം ചെയ്യുന്നു അല്ലേ. തീവ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ രാത്രി പിടിക്കുക? ഈ ഒരു മൂണിന്റെ ലൈറ്റിലാണ് അല്ലേ. ദെൻ ഓൺ സ്ട്രീറ്റ്സ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹാർബർ ഗോയ്സ്. എന്താണ്? അതുപോലെ തന്നെ സ്ട്രീറ്റിലും ഫീൽഡ് എന്ന് പറഞ്ഞാൽ പാടങ്ങൾ, അതുപോലെയുള്ള ഫീൽഡിൽ, അതുപോലെ തന്നെ ഹാർബർ ഗൈസ്. ഹാർബർ എന്ന് പറഞ്ഞാൽ തുറമുഖങ്ങൾ എന്നൊക്കെയാണ്, നമ്മൾ ഷിപ്പൊക്കെ വരുന്ന നങ്കൂരിടുന്ന സ്ഥലം. അപ്പം അവിടങ്ങളിലൊക്കെ ഈ ഒരു ഷൈന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആൻഡ് ബേർഡ് ഈസ് അസ്ലീപ്പ് ഇൻ ദ ഫോക്ക് ഓഫ് ദ ട്രീസ്. അതുപോലെ തന്നെ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ബേർഡുകൾക്കും ഈ ഒരു മൂൺ എന്ന് പറയുന്നത് വളരെ ഷൈനാണെന്നാണ് പറയുന്നത്. ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. ഫോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ പക്ഷികളൊക്കെ എവിടെയാണ് കൂടുകൂട്ടുക? രണ്ട് മരത്തിന്റെ ചില്ലകളിൽ എന്ന് പറയാൻ പറ്റില്ല, രണ്ട് മരത്തിന്റെ ചില്ലകളുടെ ഇടയിലായിട്ട് ഒരു സേഫ് ആയിട്ടാണ് കൂടുകൂട്ടുക അല്ലേ. അപ്പം അത്തരത്തിലുള്ള ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മളിവിടെ ഫോക്സ് ഓഫ് ദ ട്രീസ് എന്ന് പറയുന്നത്. ദെൻ the squalling cat and the squeaking mouse, the howling dog by the door of the house. അതുപോലെ തന്നെ സ്ക്വാളിംഗ് കാറ്റ് എന്ന് പറഞ്ഞാൽ ആ കാറ്റിന്റെ ശബ്ദത്തിനെയാണ് പറയുന്നത്. ആൻഡ് ദ സ്ക്വീക്കിംഗ് മൗസിന്റെ ആ ഒരു കരടുന്ന ആ ഒരു സൗണ്ട് അവർക്കും. ദ ഹൗളിംഗ് ഡോഗ്, സൗണ്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൂരയിടുന്ന നമ്മുടെ പട്ടികൾക്കും. ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്, നമ്മുടെ വീടിന്റെ വാതിലിന്റെ അവിടെയുള്ള സൗണ്ട് ഇടുന്ന ആ ഒരു പട്ടികൾക്കും. ദ ബാറ്റ് ദാറ്റ് ലൈസ് ഇൻ ദ ബെഡ് അറ്റ് നൂൺ. അതുപോലെ തന്നെ പകല് ഉറങ്ങുന്ന നമ്മുടെ ബാറ്റ്, നമ്മുടെ വവ്വാലുകൾക്കും. ഓൾ ലവ് ടു ബി ഔട്ട് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. എല്ലാവർക്കും എന്താണ്? രാത്രി പുറത്തിറങ്ങാൻ ഈ ഒരു മൂണിന്റെ ലൈറ്റ് ആവശ്യമാണ്, അവർക്ക് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? മൂണിന്റെ ആ ഒരു ഷൈന് ആർക്കൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അതുപോലെ അടുത്തതും പറയുന്നത് ഇവർക്കൊക്കെ രാത്രി പുറത്തിറങ്ങാനും ഈ ഒരു ലൈറ്റ് വളരെയധികം ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. ബട്ട് ഓൾ ദ തിങ്സ് ദാറ്റ് ബിലോങ് ടു ദ ഡേ. പക്ഷെ എന്താണ്? പകല് മുഴുവൻ പണി ചെയ്യുന്നല്ലേ, പകല് മുഴുവൻ ഓരോന്ന് ചെയ്യുന്ന ആളുകൾക്ക് കഡിൽ ടു സ്ലീപ്പ് ടു ബി ഔട്ട് ഓഫ് ഹെർ വേ. എന്താണ് കഡിൽ ടു സ്ലീപ്പ്? കഡിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോട് അല്ലെങ്കിൽ ഭയങ്കര നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അഫെക്ഷനോട് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്നതിനെയാണ് കഡിൽ എന്ന് പറയാം. അപ്പോൾ കഡിൽ ടു സ്ലീപ്പ് അത്രയും ഉറക്കത്തെ വാരിപ്പുണരുന്ന ആ ഒരു മൊമെന്റിനെയാണ് പറയുന്നത്. ഓക്കെ, കഡിൽ ടു സ്ലീപ്പ് ടു ബി ഔട്ട് ഓഫ് ഹെയർ വേ. അവരുടെ ആ ഒരു വേയില് അവർ ആ ഒരു പുതച്ചു മൂടി അല്ലെങ്കിൽ അത്രയും ഗാഠനിദ്ര എന്നൊക്കെ പറയില്ലേ, ആ ഒരു സമയത്ത്. ആൻഡ് ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ ക്ലോസ് ദെയർ ഐസ്. ആരൊക്കെയാണ്? പൂവുകളും അതുപോലെ തന്നെ കുട്ടികളും, പകലൊക്കെ വികൃതിയായിട്ട് നടന്നിരുന്ന കുട്ടികളും എല്ലാവരും അവരുടെ കണ്ണുകളൊക്കെ അടക്കും. ടിൽ അപ്പ് ഇൻ ദ മോർണിംഗ് ദ സൺ ഷോൾ അറൈസ്. ഏതുവരെയാണ്? രാവിലെ മോർണിംഗ് ആവുന്നത് വരെ, ആ ഒരു സൂര്യപ്രഭാതം വരുന്നത് വരെ ഇവർക്ക് ഇങ്ങനെ പുതച്ചു മൂടി നല്ല ഗാഢമായിട്ടുള്ള നിദ്രയിൽ ഉറങ്ങാനും ഈ ഒരു മൂണാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പം മൂണിനെ പല വിധത്തിലാണ് പലവർക്കും ഉപകാരമാവുന്നത് അല്ലേ. ആദ്യം പറഞ്ഞത് എന്താണ്? തീവ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരിനെ പിടിക്കാൻ ഈ ഷൈന് വേണം. അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളത് സ്ട്രീറ്റിൽ, ഹാർബർ ഗൈസിൽ, ഫീൽഡിൽ അവർക്കൊക്കെ ഈ ലൈറ്റ്, ഈ ഒരു ഷൈന് ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ രാത്രി പുറത്തിറങ്ങുന്ന ഈ ഇത്തരത്തിലുള്ള ബാറ്റിനായിക്കോട്ടെ, ഡോഗിന്, മൗസിന്, കാറ്റിന്, ഇവർക്കൊക്കെ ഇതും ഭയങ്കര ഇഷ്ടമാണ്. ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഉറക്കത്തിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ചിട്ടാണ്. അവർക്കും എന്താണ്? ഈ മൂണെന്ന് പറയുന്നത് ഉറങ്ങാനുള്ള ഒരു സമയമാണ്, അതുകൊണ്ട് അവർക്കും ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൽ ഈ പോയറ്റിനെ കുറിച്ച് നോക്കാം. അബൌട്ട് ദ പോയറ്റ്. ഇത് ആരാണ് എഴുതിയിട്ടുള്ളത്? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്. അദ്ദേഹം ഒരു സ്കോട്ടിഷ് നോവലിസ്റ്റ് ആണ്, എസ്സേയിസ്റ്റ് ആണ്, പോയറ്റ് ആണ്, ആൻഡ് ദ ട്രാവൽ റൈറ്റർ ആണ്. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ വർക്ക് സച്ച് ആസ് ട്രഷർ ഐലൻഡ്, കിഡ്നാപ്പ് ആൻഡ് എ ചൈൽഡ് ഗാർഡൻ ഓഫ് വേഴ്സസ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് ന്യൂ വേർഡ്സ് തന്നിട്ടുണ്ട്. ബേർഡി, കഡിൽ, ഫോക്സ്, ഗോയ്, സ്ക്വാൾ, സ്ക്വീക്ക് എന്നുള്ളതൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം എന്നുള്ളതാണ്. ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ വാക്ക്ഡ് ഇൻ ദ മൂൺലൈറ്റ്? വാട്ട് ഡു യു ഫീൽ വെൻ യു സീ ദ മൂൺ ഇൻ ദ സ്കൈ?
എന്താണ്, നിങ്ങൾ ഇതുപോലെ മൂൺ ലൈറ്റിൽ നടന്നിട്ടുണ്ടോ? ആ സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂട്ടുകാർ ഇതുപോലെ നടന്നിട്ടുണ്ടാവില്ല, അപ്പൊ നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യമാണ് അവിടെ എഴുതേണ്ടത്. യെസ്, ഐ ഹാവ് വാക്ക്ഡ് ഇൻ ദ മൂൺ ലൈറ്റ് വൺസ്, ദ നൈറ്റ് ഫീൽസ് മാജിക്കൽ അണ്ടർ ദ മൂൺസ് ഗ്ലോ. എന്താണ്, ഞാനിന്ന് ഇതുപോലെ മൂൺ ലൈറ്റിൽ ഒരു തവണ നടന്നിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് തോന്നിയത് ഈ ഒരു മൂൺസിന്റെ ഗ്ലോ എന്ന് പറയുന്നത് വളരെ മാജിക്കൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു? മൂൺ ഫേസിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? ദ മൂൺസ് ഫേസ് കമ്പയർഡ് ടു എ ക്ലോക്ക് ഇൻ ദ ഹോൾ. ഹോളിലുള്ള ക്ലോക്കുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, വേർ അക്കോർഡിംഗ് ടു ദ പോയറ്റ് ടു ബേർഡ്സ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. പോയറ്റ് പറയുന്നത് അനുസരിച്ചിട്ട് എവിടെയാണ് ബേർഡ്സ് ഒക്കെ സ്ലീപ്പ് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ദ പോയറ്റ്, ബേർഡ്സ് സ്ലീപ്പ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ് അറ്റ് നൈറ്റ്. രാത്രി ആ ഒരു മരത്തിന്റെ ചില്ലകൾക്കിടയിലാണ് അവർ ഉറങ്ങുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വേർ ഡസ് ദ മൂൺ ഷൈൻ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ബീംസ്. എവിടെയാണ് മൂണ് അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ബീംസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? മൂൺ ഷൈൻസ് ഓൺ തീവ്സ് ഓൺ ദ ഗാർഡൻ വാൾസ്, സ്ട്രീറ്റ്സ്, ഫീൽഡ്സ്, ഹാർബർ ക്വൈസ് ആൻഡ് ബേർഡ്സ് സ്ലീപ്പിംഗ് ഇൻ ദ ഫോക്സ് ഓഫ് ദ ട്രീസ്. ദെൻ ഫിഫ്ത്ത് വൺ, വൈ കുഡ് ദ ഡോഗ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ്. എന്തുകൊണ്ടാണ് ഡോഗ് ആ ഒരു അവിടെ ആ വീടിന്റെ വാതിൽക്ക് കിടന്നിട്ട് ഇങ്ങനെ കുരക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ദ ഡോഗ് മൈറ്റ് ബി ഹൗളിംഗ് ബൈ ദ ഡോർ ബിക്കോസ് ഇറ്റ്സ് എൻജോയ് ദ മൂൺ ലൈറ്റ്. അത് മൂൺ ലൈറ്റ് എൻജോയ് ചെയ്യുന്നത് കൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, സിക്സ്ത് വൺ ആണ്. വിച്ച് ആർ ദ ക്രിയേറ്റേഴ്സ് ദാറ്റ് ലൈക്ക് ടു സ്പെൻഡ് ടൈം ഇൻ ദ മൂൺ ലൈറ്റ്. ആ മൂൺ ലൈറ്റിൽ ഏതൊക്കെ ക്രിയേറ്റേഴ്സ് ആണ് അവരുടെ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത്? ആരൊക്കെയായിരുന്നു? കാറ്റ്, മൗസ്, ഡോഗ് ആൻഡ് ബാറ്റ്. ഓക്കെ. സെവൻത് വൺ, ഹൗ ലോങ് ഡു ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ്. ഏതുവരെയാണ് കുട്ടികളും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഒക്കെ റെസ്റ്റ് എടുക്കുന്നത്? ഏതുവരെയാണ്? ദ ഫ്ലവേഴ്സ് ആൻഡ് ചിൽഡ്രൻ സ്ലീപ്പ് ആൻഡ് ടേക്ക് റെസ്റ്റ് അൺടിൽ മോർണിംഗ് വെൻ ദ സൺ റൈസസ്. മോർണിംഗിൽ സൂര്യപ്രഭാതം വരുന്നത് വരെയാണ് അല്ലേ. ഇനി നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1, ലുക്ക് അറ്റ് ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സൗണ്ട്സ് മെയ്ഡ് ബൈ എനിമൽസ്. താഴെ നമുക്ക് എനിമൽസ് ഉണ്ടാക്കുന്ന കുറച്ച് സൗണ്ട്സ് തന്നിട്ടുണ്ട്. ദ ചീപ്പിംഗ് ബേർഡ്സ്, ബേർഡ്സിന്റെ ആ ഒരു സൗണ്ട്. ദ ട്രംറ്റിംഗ് എലിഫന്റ്, ട്രംറ്റിംഗ് എന്ന് പറഞ്ഞാൽ എലിഫന്റിന്റെ ആ ഒരു ഓരിയിടുന്ന സൗണ്ട്. Then there are similar words in the poem that describe the sounds made by the animals. അതുപോലെ തന്നെ എനിമൽസ് ഉണ്ടാക്കുന്ന കുറച്ച് സൗണ്ട്സിനെ കുറിച്ച് നമ്മുടെ പോമിൽ പറയുന്നുണ്ട്. പിക്ക് ഔട്ട് ദോസ് വേർഡ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് കൂട്ടുകാരെ? ഒന്ന് സ്ക്വാലിംഗ് എന്നുള്ളത്. സ്ക്വാലിംഗ് എന്ന് പറയുന്നത് കാറ്റിന്റെ സൗണ്ട് ആണ്. ദെൻ സ്ക്വീക്കിംഗ്, സ്ക്വീക്കിംഗ് എന്ന് പറഞ്ഞാൽ മൗസിന്റെ ആ ഒരു കരണ്ടുന്ന സൗണ്ട് ആണ്. ഹൗളിംഗ് എന്ന് പറഞ്ഞാൽ ഡോഗിന്റെ സൗണ്ട് ആണ്. അപ്പോൾ അവിടെ സ്ക്വാലി, സ്ക്വീക്കി, ഹൗളിംഗ് എന്നാണ് എഴുതേണ്ടത്. ദെൻ ആക്ടിവിറ്റി നമ്പർ 2, മാച്ച് ദ ഫ്രേസസ് ഇൻ കോളം എ വിത്ത് ദോസ് ഇൻ കോളം ബി ആൻഡ് മേക്ക് കംപ്ലീറ്റ് സെന്റൻസ്. നിങ്ങൾ കോളം എ ശ്രദ്ധിക്കുക, അതിനുശേഷം കോളം ബി നോക്കിയിട്ട് ഏതാണോ കറക്റ്റ് ആയിട്ടുള്ളത് അതിനെ കറക്റ്റ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് കോളം എയിലുള്ളത് ഫസ്റ്റ് വൺ ദ തീവ്സ് എന്നുള്ളതാണ്. തീവ്സുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ് കോളം ബിയിലുള്ളത്? ആർ ഓൺ ദ ഗാർഡൻ വാൾ എന്നുള്ളതാണ്. ആർ ഓൺ ദ ഗാർഡൻ വാൾ. ദെൻ സെക്കൻഡ് വൺ ദ ബേർഡ് എന്നുള്ളതാണ്. ദ ബേർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആർ അസ്ലീപ് ഇൻ ദ ഫ്രോക്സ് ഓഫ് ട്രീസ് എന്നുള്ളതാണ്, മരത്തിന്റെ ചില്ലകൾക്കിടയിലൂടെ. ദെൻ ദ ബാറ്റ്, ദ ബാറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ് കൂട്ടുകാരെ? ലൈസ് ഇൻ ബെഡ് അറ്റ് നൂൺ എന്നുള്ളതാണ്. പകലൊക്കെ എന്താണ്? അത് കിടന്നുറങ്ങും അല്ലെ. ദ ഡോഗ്, ഡോഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏതാണ്? ഈസ് ഹൗളിംഗ് ബൈ ദ ഡോർ ഓഫ് ദ ഹൗസ് എന്നുള്ളതാണ്. ലാസ്റ്റ് വൺ ദ ചിൽഡ്രൻ എന്നുള്ളതാണ്. ദ ചിൽഡ്രനുമായിട്ട് റിലേറ്റ് ചെയ്തത് സ്ലീപ് ടിൽ ദ സൺ റൈസസ് എന്നുള്ളതാണ്. ദെൻ ആക്ടിവിറ്റി നമ്പർ 3 നോക്കാം. ഹിയർ ആർ സം ബലൂൺസ്. നമുക്ക് താഴെ കുറച്ച് ബലൂൺസ് തന്നിട്ടുണ്ട്. സം ആർ റെഡ്, കുറച്ച് എന്താണ്? റെഡ് ആണ്. സം ആർ ഗ്രീൻ, കുറച്ച് ഗ്രീൻ ആണ്. റൈമിംഗ് വേർഡ്സ് ആർ ഗിവൺ ഓൺ ദ ഗ്രീൻ ബലൂൺസ്. ഗ്രീൻ ബലൂൺസിന് കുറച്ച് റൈമിംഗ് വേർഡ്സ് തന്നിട്ടുണ്ട്. ദ വേർഡ്സ് ഓൺ ദ റെഡ് ബലൂൺസ് ഡു നോട്ട് റെയിം. എന്താണ്? റെഡിൽ തന്നിട്ടുള്ളത് റെയിമിംഗ് വേർഡ്സ് അല്ല. ആഡ് റെയിമിംഗ് വേർഡ്സ് ഓൺ ദ ഗ്രീൻ ബലൂൺസ് ഫ്രം ദ പോം. ഈ പോമിൽ നിന്നും കുറച്ച് റെയിമിംഗ് വേർഡ്സ് കണ്ടെത്തിയിട്ട് നിങ്ങൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് ആദ്യം വായിക്കാം. ഒന്ന് ക്വൈസ് ട്രീസ് എന്നുള്ളതാണ്. റെഡിൽ തന്നിട്ടുള്ളത് ഫേസ് തീവ്സ് എന്നുള്ളതാണ്. അതെന്താണ്? റെയിമിംഗ് വേർഡ് അല്ല. അടുത്തത് ഫോക്സ് ഫീൽഡ്സ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോളുമായി ബന്ധപ്പെട്ടത് ഏത് കൊടുക്കാം? ഹോള് വാൾ എന്ന് കൊടുക്കാം. ഓക്കെ, വാൾ എന്ന് കൊടുക്കാം. ഡേ, വേ,
ദെൻ ഇനി നമുക്ക് 3 കൂടെ എഴുതണം. ഏതൊക്കെ എഴുതാം? ഐസ്, അറൈസ്, നൂൺ, മൂൺ, ഹൗസ്, മൗസ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ 4 ആണ്. കളക്ട് സിമിലർ നേച്ചർ പോംസ്. നിങ്ങളുടെ അടുത്ത് നേച്ചർ പോംസ് കുറച്ച് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ റൈറ്റ് വൺ ഓഫ് ദം ബിലോ ആൻഡ് റിസൈറ്റ് ഇൻ ദ ക്ലാസ്. ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ അടുത്ത് എഴുതിയിട്ട് അത് റിസൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ഒന്നാമത്തത് നോക്കൂ, ഇവിടെ അൻറ്റിൽ ഐ സോ ദ സീ എന്നുള്ള പോമാണ്. ലിലിയൻ മൂറിന്റെ പോമാണ്. ഓക്കെ, അൻറ്റിൽ ഐ സോ ദ സീ ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് വിൻഡ് കുഡ് wrinkle water so. I never knew that sun could splinter a whole sea of blue, nor did I know before a sea breathes in and out upon a shore. ഓക്കെ, ഇനി ഇതുപോലെയുള്ള മറ്റൊരു പോമും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എഴുതിയാൽ മതി. സമ്മർ ഷൈൻസ് എന്നുള്ളതാണ്. ദ സൺ ഷൈൻസ് ബ്രൈറ്റ്ലി ഇൻ ദ സ്കൈ, ദ ക്ലൗഡ്സ് ഡ്രിഫ്റ്റ് ലേസ്ലി അപ്പ് ഹൈ, ദ ഗ്രാസ് ഈസ് ഗ്രീൻ ആൻഡ് ഫ്ലവേഴ്സ് ബ്ലൂം, the world feels warm and full of room, the bees buzz softly from flower to flower, collecting nectar hour by hour. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. ദെൻ നേച്ചർ ഈസ് ബ്യൂട്ടിഫുൾ അല്ലെ. നേച്ചർ എന്ന് പറയുന്നത്, പ്രകൃതി എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളതാണ്. ബട്ട് ഇഫ് യു ഹാം നേച്ചർ ഇറ്റ് വിൽ ഷോ അസ് ഇറ്റ്സ് സ്കേറി ഫേസ്. പക്ഷെ ചില സമയത്ത് എന്താണ്, നേച്ചർ നമുക്ക് വളരെ ദോഷകരമായിട്ട് അതിന്റെ ആ ഒരു സ്കേറി ഫേസ്, നല്ല പേടിപ്പെടുത്തുന്ന മുഖം നമുക്ക് കാണിച്ചു തരും. വാട്ട് ആർ ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാം നേച്ചർ? എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് മനുഷ്യന് ഈ ഒരു നേച്ചറിന് ഹാമായിട്ട്, ദോഷകരമായിട്ട് ചെയ്യുന്നത്? ഒന്ന് വാട്ടർ പൊല്യൂഷൻ അല്ലെ, പൊല്യൂഷൻസ്, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, ഇതൊക്കെ. അതുപോലെ തന്നെ ഡിഫോറസ്റ്റേഷൻ, ഇതൊക്കെ ഇന്ന് സർവ്വസാധാരണയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് കുഡ് ബി ദ കോൺസിക്വൻസസ്? എന്തൊക്കെയാണ് ഇതിന്റെ ദൂഷ്യഫലങ്ങൾ? ഒന്ന്, നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പൊല്യൂഷൻ അല്ലെ, പൊല്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഹിയർ ഈസ് എ ന്യൂസ് റിപ്പോർട്ട്, പ്ലീസ് റീഡ് ഇറ്റ്. താഴെ നമുക്കൊരു ന്യൂസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്, അത് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്ലഡ്സ് പ്ലേ ഹവോക്ക് വിത്ത് ലീവ്സ് ഇൻ കേരള. കേരളത്തിലെ ഒരു ഫ്ലഡ്സ് പ്ലേനെ കുറിച്ചിട്ടാണ് പറയുന്നത്. തിരുവനന്തപുരം, റെയിൻ സ്റ്റോംസ് ആൻഡ് ഫ്ലഡ്സ് ദിസ് പാസ്റ്റ് വീക്ക് took a toll of 200 lives so far. Officials started here on Monday. എന്താണ്, മൺഡേ ഉണ്ടായിട്ടുള്ള ഒരു ഫ്ലഡിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. റെയിന്, സ്റ്റോംസ് എല്ലാം ഉണ്ടായിരുന്നു. Giving a roundup of the havoc across the districts, officials said several houses collapsed and hundreds of people have been rendered homeless. Roads were flooded in low-lying areas, leading to the suspension of road traffic. Rail services to remain suspended for 2 days. Telecom communication links were snapped at many places due also to the fall of trees. The lanes are being restored. ഒഫീഷ്യൽ സൈഡ്. എന്താണ് അതുണ്ടായത്? ഈ ഫ്ലഡ് ഉണ്ടായതിനു ശേഷം, റെയിൻ ഉണ്ടായതാണ് കാരണം, അതിനുശേഷം ഫ്ലഡ് ഉണ്ടായി, ഒരുപാട് വീടുകൾ തകർന്നു. അതുപോലെ തന്നെ റെയിൽവേ സർവീസ് 2 ദിവസം ഇല്ലാതെയായി, ടെലികോം കമ്മ്യൂണിക്കേഷൻ എല്ലാം താറുമാറായി എന്നൊക്കെയാണ് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലുള്ളത്. ദെൻ വാട്ട് ഈസ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അബൌട്ട്? ഇത് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? ഫ്ലഡ് അല്ലെ, ഫ്ലഡിനെ കുറിച്ചിട്ടുള്ളതാണ്. ഹിയർ ഈസ് എ കൊളാഷ് മെയ്ഡ് ഓഫ് ന്യൂസ് ഹെഡ്ലൈൻസ്. റീഡ് സം ഓഫ് ദ ഹെഡ്ലൈൻസ്. താഴെ നമുക്ക് കുറേ ന്യൂസ് പേപ്പറിന്റെ ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട്, അത് വായിക്കാനാണ് പറയുന്നത്. വാട്ട് ഈസ് ദ കൊളാഷ് അബൌട്ട്? എന്തിനെ കുറിച്ചിട്ടാണ് ഇതൊന്ന് നോക്കാം. ക്ലൈമറ്റ് ചേഞ്ച്, വാട്ടർ പൊല്യൂഷൻ, ചിൽഡ്രൻ ഡ്രൈവൺ ഇൻ ടു ഹങ്കർ, ത്രീറ്റ് ടു water animals, global warming, rise in sea level, ozone hole goes large again. ഒരുപാട് ന്യൂസ് ഉണ്ട് അല്ലേ. Collect a few news headlines related to environmental issues and paste them in your notebook to make a collage of your own. You may include pictures also to make it more colorful. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഒരുപാട് ഹെഡ്ലൈൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ഹെഡ്ലൈൻസ് നിങ്ങളുടെ എടുത്തിട്ട് ഒരു കൊളാഷ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കൊളാഷ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ആണ് നോക്കാനുള്ളത്, റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്നുള്ള ലെസൺ. ഓക്കെ, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതുവരെയുള്ള ഇംഗ്ലീഷും നിങ്ങളുടെ ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, കൂട്ടുകാർക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.